എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന പരീക്ഷകളിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ രൺധീർ സിംഗ്. രൺധീർ സിംഗ് ആണ് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. ലോകത്തെ ഏറ്റവും മലിന നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകത്തെ ഏറ്റവും മലിന നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലാഹോർ. പാകിസ്ഥാനിലെ ലാഹോറാണ് ലോകത്തെ തന്നെ ഏറ്റവും മലിന നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. റോഡ് സുരക്ഷാ കമ്മീഷണറായി നിയമിതനായത്. റോഡ് സുരക്ഷാ കമ്മീഷണറായി നിയമിതനായത് നിതിൻ അഗർവാൾ. നിതിൻ അഗർവാളാണ് റോഡ് സുരക്ഷാ കമ്മീഷണറായി നിയമിതനായത്. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നും പുറത്തായ കായിക ഇനങ്ങൾ. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നും പുറത്തായ കായിക ഇനങ്ങളാണ് ഷൂട്ടിംഗ്, ഹോക്കി, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഗുസ്തി, ടേബിൾ ടെന്നീസ്, സ്ക്വാഷ്, ട്രയാത്ലൺ, അമ്പെയ്ത്ത്. ഷൂട്ടിംഗ്, ഹോക്കി, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഗുസ്തി, ടേബിൾ ടെന്നീസ്, സ്ക്വാഷ്, ട്രയാത്ലൺ, അമ്പെയ്ത്ത് തുടങ്ങി 9 കായിക ഇനങ്ങളാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നും പുറത്തായ കായിക ഇനങ്ങൾ. ഏത് സംഘടനയാണ് സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ്സ് ചിൽഡ്രൻ SOWC 2024 റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്? ഏത് സംഘടനയാണ് സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ്സ് ചിൽഡ്രൻ 2024 റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്? യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്, യൂണിസെഫ്. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടാണ് സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ്സ് ചിൽഡ്രൻ SOWC 2024 റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ആരുടെ രചനയാണ് എൻ്റെ എംബസിക്കാലം? ആരുടെ രചനയാണ് എൻ്റെ എംബസിക്കാലം? M. മുകുന്ദൻ. M. മുകുന്ദൻ്റെ രചനയാണ് എൻ്റെ എംബസിക്കാലം. ഇന്ത്യയെ സഹായിക്കാനായി ഗൂഗിൾ ഹൈപ്പർ ലോക്കൽ വായു ഗുണനിലവാര വിവരങ്ങൾ നൽകാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനം. ഇന്ത്യയെ സഹായിക്കാനായി ഗൂഗിൾ ഹൈപ്പർ ലോക്കൽ വായു ഗുണനിലവാര വിവരങ്ങൾ നൽകാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനം എയർവ്യൂ പ്ലസ്. എയർവ്യൂ പ്ലസ് ആണ് ഇന്ത്യയെ സഹായിക്കാനായി ഗൂഗിൾ ഹൈപ്പർ ലോക്കൽ വായു ഗുണനിലവാര വിവരങ്ങൾ നൽകാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനം. ജനറൽ ആശുപത്രിക്കായി സംസ്ഥാന ആരോഗ്യ വിഭാഗം സജ്ജമാക്കിയ ആപ്പ്. ജനറൽ ആശുപത്രിക്കായി സംസ്ഥാന ആരോഗ്യ വിഭാഗം സജ്ജമാക്കിയ ആപ്പ് താങ്ക് യു ഡോണർ. താങ്ക് യു ഡോണർ ആപ്പാണ് ജനറൽ ആശുപത്രിക്കായി സംസ്ഥാന ആരോഗ്യ വിഭാഗം സജ്ജമാക്കിയ ആപ്പ്. 2024 ആഗോള നേച്ചർ കൺസർവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 ആഗോള നേച്ചർ കൺസർവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176. 2024 ആഗോള നേച്ചർ കൺസർവേഷൻ സൂചികയിൽ ഇന്ത്യക്ക് 176 സ്ഥാനമാണ്. സർക്കാർ അടുത്തിടെ ആരംഭിച്ച വിഷൻ പോർട്ടലിൻ്റെ പ്രാഥമിക ലക്ഷ്യം. സർക്കാർ അടുത്തിടെ ആരംഭിച്ച വിഷൻ പോർട്ടലിൻ്റെ പ്രാഥമിക ലക്ഷ്യം വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയിലൂടെ അധസ്ഥിതരായ യുവാക്കളെ ശാക്തീകരിക്കൽ. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയിലൂടെ അധസ്ഥിതരായ യുവാക്കളെ ശാക്തീകരിക്കലാണ് സർക്കാർ അടുത്തിടെ ആരംഭിച്ച വിഷൻ പോർട്ടലിൻ്റെ പ്രാഥമിക ലക്ഷ്യം. 2024 JCB സാഹിത്യ പുരസ്കാരം നേടിയത്. 2024 JCB സാഹിത്യ പുരസ്കാരം നേടിയത് ഉപമന്യു ചാറ്റർജി. ഉപമന്യു ചാറ്റർജിയുടെ നോവലായ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് പുരസ്കാരം. ഉപമന്യു ചാറ്റർജിക്കാണ് 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യ ഏതു വർഷത്തെ ഒളിമ്പിക്സിൻ്റെ ആതിഥേയത്വത്തിനാണ്
അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയെ സമീപിച്ചത്? ഇന്ത്യ ഏതു വർഷത്തെ ഒളിമ്പിക്സിൻ്റെ ആതിഥേയത്വത്തിനാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയെ സമീപിച്ചത്? 2036. 2036 വർഷത്തെ ഒളിമ്പിക്സിൻ്റെ ആതിഥേയത്വത്തിനാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയെ ഇന്ത്യ സമീപിച്ചത്. ലോകത്തെ ഏറ്റവും ശക്തമായ മിസൈൽ എന്നവകാശപ്പെടുന്ന ഹ്വാസോങ് 19 വിജയകരമായി പരീക്ഷിച്ച രാജ്യം? ലോകത്തെ ഏറ്റവും ശക്തമായ മിസൈൽ എന്നവകാശപ്പെടുന്ന ഹ്വാസോങ് 19 വിജയകരമായി പരീക്ഷിച്ച രാജ്യം? ഉത്തര കൊറിയ. ഉത്തര കൊറിയയാണ് ലോകത്തെ ഏറ്റവും ശക്തമായ മിസൈൽ എന്നവകാശപ്പെടുന്ന ഹ്വാസോങ് 19 വിജയകരമായി പരീക്ഷിച്ച രാജ്യം. ഇന്ത്യൻ തീരരക്ഷാസേനയുടെ പുതിയ മേധാവി? ഇന്ത്യൻ തീരരക്ഷാസേനയുടെ പുതിയ മേധാവി പരമേശ് ശിവമണി. പരമേശ് ശിവമണിയാണ് ഇന്ത്യൻ തീരരക്ഷാസേനയുടെ പുതിയ മേധാവി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തിൻ്റെ ചുമതലകൾ വഹിക്കുന്നതിനാണ് ഇലോൺ മസ്കിനെയും വിവേക് രാമസ്വാമിയെയും തിരഞ്ഞെടുത്തത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തിൻ്റെ ചുമതലകൾ വഹിക്കുന്നതിനാണ് ഇലോൺ മസ്കിനെയും വിവേക് രാമസ്വാമിയെയും തിരഞ്ഞെടുത്തത്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ ചുമതലകൾ വഹിക്കുന്നതിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കിനെയും വിവേക് രാമസ്വാമിയെയും തിരഞ്ഞെടുത്തത്. തുർക്കിയിലെ ഇന്ത്യയുടെ പുതിയ സ്ഥാനപതി? തുർക്കിയിലെ ഇന്ത്യയുടെ പുതിയ സ്ഥാനപതി മുക്തേഷ് കെ പർദേശി. മുക്തേഷ് കെ പർദേശിയാണ് തുർക്കിയിലെ ഇന്ത്യയുടെ പുതിയ സ്ഥാനപതി. 50ാം വാർഷികം ആഘോഷിച്ച എം മുകുന്ദൻ്റെ നോവൽ? 50ാം വാർഷികം ആഘോഷിച്ച എം മുകുന്ദൻ്റെ നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലാണ് 50ാം വാർഷികം ആഘോഷിച്ച എം മുകുന്ദൻ്റെ നോവൽ. ദേശീയ ഭരണഘടനാ ദിനം, നിയമദിനം ആചരിച്ചത്? ദേശീയ ഭരണഘടനാ ദിനം അല്ലെങ്കിൽ നിയമദിനം ആചരിച്ചത് നവംബർ 26. നവംബർ 26-നായിരുന്നു ദേശീയ ഭരണഘടനാ ദിനം അല്ലെങ്കിൽ നിയമദിനം ആയി ആചരിച്ചത്. ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണ സഭ അംഗീകരിച്ചതിൻ്റെ എത്രാം വാർഷികമാണ് 2024 നവംബർ 26-ന് ആചരിച്ചത്? ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണ സഭ അംഗീകരിച്ചതിൻ്റെ എത്രാം വാർഷികമാണ് 2024 നവംബർ 26-ന് ആചരിച്ചത്? 75. ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണ സഭ അംഗീകരിച്ചതിൻ്റെ 75ാം വാർഷികമാണ് 2024 നവംബർ 26-ന് ആചരിച്ചത്. ഇന്ത്യയിലെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച നൂതന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം? ഇന്ത്യയിലെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച നൂതന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ടീച്ചർ ആപ്പ്. ടീച്ചർ ആപ്പാണ് ഇന്ത്യയിലെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച നൂതന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഡോങ് ഫെങ് 100 ഏത് രാജ്യത്തിൻ്റെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്? ഡോങ് ഫെങ് 100 ഏത് രാജ്യത്തിൻ്റെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്? ചൈന. ചൈനയുടെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെ പേരാണ് ഡോങ് ഫെങ് 100. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലോക ചാമ്പ്യനായത്? ഫോർമുല 1 കാറോട്ടത്തിൽ ലോക ചാമ്പ്യനായത് മാക്സ് വെർസ്റ്റപ്പൻ. മാക്സ് വെർസ്റ്റപ്പനാണ് ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലോക ചാമ്പ്യനായത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം? ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷര മ്യൂസിയം. കോട്ടയം ജില്ലയിലെ അക്ഷര മ്യൂസിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം. കുടുംബശ്രീ പ്രീമിയം കഫേ ആരംഭിക്കുന്നത്? കുടുംബശ്രീ പ്രീമിയം കഫേ ആരംഭിക്കുന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കുടുംബശ്രീ പ്രീമിയം കഫേ ആരംഭിക്കുന്നത്.
2024 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ ലിത്വാനിയൻ സിനിമ. 2024 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ ലിത്വാനിയൻ സിനിമ ടോക്സിക്. സംവിധാനം സൗലെ ബ്ലിയുവേറ്റ്. ടോക്സിക് ആണ് 2024 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ ലിത്വാനിയൻ സിനിമ. സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യാൻ കെ-ഫോൺ നടപ്പിലാക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യാൻ കെ-ഫോൺ നടപ്പിലാക്കുന്ന പദ്ധതി കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ്. കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ് എന്ന പദ്ധതിയാണ് സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യാൻ കെ-ഫോൺ നടപ്പിലാക്കുന്ന പദ്ധതി. ഭാഷയുടെ വേർതിരിവ് മാറ്റാനായി വോയിസ് ക്ലോണിംഗ് സംവിധാനം അവതരിപ്പിച്ചത്. ഭാഷയുടെ വേർതിരിവ് മാറ്റാനായി വോയിസ് ക്ലോണിംഗ് സംവിധാനം അവതരിപ്പിച്ചത് മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റാണ് ഭാഷയുടെ വേർതിരിവ് മാറ്റാനായി വോയിസ് ക്ലോണിംഗ് സംവിധാനം അവതരിപ്പിച്ചത്. ഭൂഗർഭ ജലവിനിയോഗത്തിൻ്റെ സമഗ്ര വിവരങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പോർട്ടൽ. ഭൂഗർഭ ജലവിനിയോഗത്തിൻ്റെ സമഗ്ര വിവരങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പോർട്ടൽ ഭൂനീർ. ഭൂനീർ പോർട്ടലാണ് ഭൂഗർഭ ജലവിനിയോഗത്തിൻ്റെ സമഗ്ര വിവരങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പോർട്ടൽ. 16 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന നിർണായക ബിൽ അവതരിപ്പിച്ച രാജ്യം. 16 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന നിർണായക ബിൽ പാസാക്കിയ രാജ്യം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 16 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന നിർണായക ബിൽ പാസാക്കിയ രാജ്യം. സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെയുള്ളതും ചൂടേറിയതുമായ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യം. സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെയുള്ളതും ചൂടേറിയതുമായ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യം പ്രോബ് 3. പ്രോബ് 3 എന്ന ദൗത്യമാണ് സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെയുള്ളതും ചൂടേറിയതുമായ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യം. ഇന്ത്യയിൽ നിന്ന് പിനാക്ക റോക്കറ്റ് സംവിധാനം വാങ്ങുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ആദ്യ വിദേശ രാജ്യം. ഇന്ത്യയിൽ നിന്ന് പിനാക്ക റോക്കറ്റ് സംവിധാനം വാങ്ങുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ആദ്യ വിദേശ രാജ്യം അർമേനിയ. അർമേനിയയാണ് ഇന്ത്യയിൽ നിന്ന് പിനാക്ക റോക്കറ്റ് സംവിധാനം വാങ്ങുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ആദ്യ വിദേശ രാജ്യം. 2024 നവംബറിൽ UN സമാധാന കമ്മീഷനിൽ അംഗമായത്. 2024 നവംബറിൽ UN സമാധാന കമ്മീഷനിൽ അംഗമായത് ഇന്ത്യ. ഇന്ത്യയാണ് 2024 നവംബറിൽ UN സമാധാന കമ്മീഷനിൽ അംഗമായത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ADBയുടെ 11ാമത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ 11ാമത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മസാറ്റോ കാണ്ട. മസാറ്റോ കാണ്ടയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ 11ാമത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ ഏത് നഗരത്തിലാണ് സ്ഥാപിച്ചത്? ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ ഏത് നഗരത്തിലാണ് സ്ഥാപിച്ചത്? ലേ ലഡാക്ക്. ലേ ലഡാക്കിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം ചൈന. ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത്. 1975 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളും പ്രമേയമാക്കി ജനുവരി 17 പുറത്തിറങ്ങിയ ചലച്ചിത്രം. 1975 ഇന്ദിരാഗാന്ധിയുടെ
അടിയന്തരാവസ്ഥാ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളും പ്രമേയമാക്കി ജനുവരി 17 പുറത്തിറങ്ങിയ ചലച്ചിത്രം എമർജൻസി. സംവിധാനം കങ്കണ റണാവത്ത്. എമർജൻസിയാണ് 1975 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥാ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളും പ്രമേയമാക്കി ജനുവരി 17 പുറത്തിറങ്ങിയ ചലച്ചിത്രം. രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി ആരംഭിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ 7 ദിവസത്തിലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓൺലൈൻ കോടതി ആരംഭിക്കുന്നത് കൊല്ലം. കൊല്ലത്താണ് രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി ആരംഭിക്കുന്നത്. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത്. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത് ഹരിണി അമരസൂര്യ. ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത്. ഉപഗ്രഹ നിരീക്ഷണ കേന്ദ്രമായ ISROയുടെ ടെലിമെട്രി ട്രാക്കിംഗ് കമാൻഡ് നെറ്റ്വർക്കിൻ്റെ ഡയറക്ടർ. ഉപഗ്രഹ നിരീക്ഷണ കേന്ദ്രമായ ISROയുടെ ടെലിമെട്രി ട്രാക്കിംഗ് കമാൻഡ് നെറ്റ്വർക്കിൻ്റെ ഡയറക്ടർ AK അനിൽകുമാർ. AK അനിൽകുമാറാണ് ഉപഗ്രഹ നിരീക്ഷണ കേന്ദ്രമായ ISROയുടെ ടെലിമെട്രി ട്രാക്കിംഗ് കമാൻഡ് നെറ്റ്വർക്കിൻ്റെ ഡയറക്ടർ. ഇന്ത്യയുടെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് മൊഹാലി. പഞ്ചാബിലെ മൊഹാലിയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത്. ഹഡിൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി 6ാം പതിപ്പിൻ്റെ വേദി. ഹഡിൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി 6ാം പതിപ്പിൻ്റെ വേദി കോവളം. കോവളമാണ് ഹഡിൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി 6ാം പതിപ്പിൻ്റെ വേദി. 50 അന്താരാഷ്ട്ര ഗോളുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം. 50 അന്താരാഷ്ട്ര ഗോളുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ബാലാദേവി. ബാലാദേവിയാണ് 50 അന്താരാഷ്ട്ര ഗോളുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം. ഏത് ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ് ഈയിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്? ഏത് ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ് ഈയിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്? നൈജീരിയ. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയുടെ പരമോന്നത ബഹുമതിയാണ് ഈയിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. 2024 നവംബറിൽ വിരമിച്ച ടെന്നീസ് താരം. 2024 നവംബറിൽ വിരമിച്ച ടെന്നീസ് താരം റാഫേൽ നദാൽ. റാഫേൽ നദാലാണ് 2024 നവംബറിൽ വിരമിച്ച ടെന്നീസ് താരം. ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ EMC ഇന്ത്യയിലെയും റഷ്യയിലെയും ഏത് 2 നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ ഇന്ത്യയിലെയും റഷ്യയിലെയും ഏത് 2 നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ചെന്നൈയും വ്ളാഡിവോസ്റ്റോക്കും. ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ EMC ഇന്ത്യയിലെ ചെന്നൈയെയും റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് 2024 നടന്നത്. 2024 ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് നടന്നത് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് 2024 നടന്നത്. മാലിദ്വീപിൽ നടന്ന 15ാമത് ലോക ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ജേതാക്കളായത്. മാലിദ്വീപിൽ നടന്ന 15ാമത് ലോക ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ജേതാക്കളായത് ഇന്ത്യ. ഇന്ത്യയാണ് മാലിദ്വീപിൽ നടന്ന 15ാമത് ലോക ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ജേതാക്കളായത്. ഭിന്നശേഷിക്കാർക്ക് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന സർവശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം ലഭിച്ചത്. ഭിന്നശേഷിക്കാർക്ക് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന സർവശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം ലഭിച്ചത് അനന്യ ബിജേഷ്. അനന്യ ബിജേഷിനായിരുന്നു ഭിന്നശേഷിക്കാർക്ക് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന സർവശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം ലഭിച്ചത്.
ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി 2024 ജേതാക്കൾ. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി ജേതാക്കൾ ഇന്ത്യയാണ് 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി ജേതാക്കൾ. പ്രസാർ ഭാരതിയുടെ OTT ആപ്പ്. പ്രസാർ ഭാരതിയുടെ OTT ആപ്പ് വേവ്സ് ആണ് പ്രസാർ ഭാരതിയുടെ OTT ആപ്പ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.